ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കേരളത്തിന്റെ ഭാവിയെക്കുറിച്ചാണ്. രാഷ്ട്രീയത്തിനതീതമായി ഒരു മലയാളി എന്ന നിലയിൽ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ്. പതിറ്റാണ്ടുകളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു വിചിത്രമായ നാടകമാണല്ലോ. 5 വർഷം ഇടതുമുന്നണി ഭരിക്കുന്നു, പിന്നെ അടുത്ത 5 വർഷം വലതുമുന്നണി ഭരിക്കുന്നു. അവർ തമ്മിൽ തല്ലുന്നതായി നമുക്ക് തോന്നും. പക്ഷെ സത്യാവസ്ഥ അതൊന്നുമല്ല. കേരളത്തിന്റെ സമ്പത്ത് കൊള്ളയടിക്കുന്ന കാര്യത്തിലും അഴിമതി നടത്തുന്ന കാര്യത്തിലും ഇവർ രണ്ടുപേരും ഭായ്മാരാണ്. ഇന്ന് കേരളം എവിടെ എത്തി നിൽക്കുന്നു? ശമ്പളം കൊടുക്കാൻ പണമില്ലാത്ത, പെൻഷൻ മുടങ്ങിക്കിടക്കുന്ന, കടക്കിണിയിൽ മുങ്ങിയ ഒരു സംസ്ഥാനം. നമ്മുടെ അഭ്യസ്ത വിദ്യരായ യുവാക്കൾ എന്തിനാണ് നാടുവിടുന്നത്? എന്തുകൊണ്ടാണ് സംരംഭകർ കേരളത്തിൽ നിക്ഷേപം നടത്താനായി ഭയപ്പെടുന്നത്? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഒരേ ഒരു ഉത്തരമേയുള്ളൂ: ഭരണകൂടത്തിന്റെ പരാജയം. എന്നാൽ ഈ ഇരുട്ടിലും ഒരു പ്രതീക്ഷയുടെ വെളിച്ചം തെളിയുന്നു. നരേന്ദ്രമോദി സ്വപ്നം കാണുന്ന വികസിത ഭാരതം എന്ന ആഗോള ശക്തിയിലേക്ക് കേരളത്തെയും ഉയർത്താനായി രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ BJP NDA പടയാളികൾ തയ്യാറാക്കിയ വികസിത കേരളം മാർഗരേഖ 2026-31 ഇന്ന് നമ്മുടെ മുന്നിലുണ്ട്. ഇത് വെറുമൊരു വാഗ്ദാന പത്രികയല്ല, ഇതൊരു കർമ്മ പദ്ധതിയാണ്. ഓരോ മലയാളിയും ആഗ്രഹിച്ച മാറ്റത്തിന്റെ തുടക്കമാണിത്. ഈ വീഡിയോ അവസാനം വരെ കാണുക. കേരളത്തെ മാറ്റാൻ പോകുന്ന ആ പ്ലാൻ എന്താണെന്ന് നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. ആദ്യം നമുക്ക് വസ്തുതകൾ പരിശോധിക്കാം. ഇടതും വലതും മുന്നണികൾ ചേർന്ന് കേരളത്തെ എങ്ങനെയാണ് തകർത്തത്? മാനിഫെസ്റ്റോയുടെ 116-ാം പേജിൽ വ്യക്തമായ കണക്കുകളുണ്ട്. 2016-ൽ കേരളത്തിന്റെ കടം 1.57 ലക്ഷം കോടിയായിരുന്നു. ഇന്നത് 4.88 ലക്ഷം കോടിയാണ്. അതായത് ഓരോ മലയാളിയുടെയും തലയിൽ ലക്ഷക്കണക്കിന് രൂപയുടെ കടബാധ്യതയാണ് ഈ സർക്കാരുകൾ അടിച്ചേൽപ്പിച്ചത്. എവിടെ പോയി ഈ പണം? വികസനത്തിന് വേണ്ടിയാണോ ഇത് ചെലവാക്കിയത്? അല്ല, മൂലധന വികസനത്തിനായി, വെറും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനായി 12.9% തുക മാത്രമാണ് ബാക്കിയാകുന്നത്. ബാക്കിയെല്ലാം ഭരണാധികാരികളുടെ ആർഭാടത്തിനും പിൻവാതിൽ നിയമനങ്ങൾക്കും കമ്മീഷൻ ഇടപാടുകൾക്കുമായി ചെലവാകുന്നു. പിണറായി വിജയന്റെ ഭരണം അഴിമതിയുടെ പര്യായമായി മാറി. സ്വർണ്ണക്കടത്ത് മുതൽ AI ക്യാമറ അഴിമതി വരെ നീളുന്ന ആ പട്ടിക നോക്കൂ. മറുവശത്ത് UDF ആകട്ടെ ക്രിയാത്മകമായ ഒരു പ്രതിപക്ഷമാകാൻ പോലും കഴിയാതെ അഴിമതിയിൽ പങ്കുപറ്റാൻ നോക്കുകയാണ്. ഈ രണ്ട് മുന്നണികളും ചേർന്ന് കേരളത്തെ ഒരു ഉപഭോക്തൃ സംസ്ഥാനം മാത്രമാക്കി മാറ്റി. നമ്മൾ അരി വാങ്ങാൻ അയൽ സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്നു. മുട്ടയ്ക്കും പാലിനും വേണ്ടി മറ്റുള്ളവരെ നോക്കി നിൽക്കുന്നു. സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയാത്തൊരു സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റിയത് ഈ രാഷ്ട്രീയ ദുരന്തങ്ങളാണ്. ഇവിടെയാണ് BJP മുന്നോട്ട് വെക്കുന്ന വികസന രാഷ്ട്രീയം പ്രസക്തമാകുന്നത്. നരേന്ദ്രമോദി ഭാരതത്തെ ലോകത്തിന്റെ 3ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാക്കി മാറ്റാൻ ശ്രമിക്കുമ്പോൾ കേരളത്തിന് അതിൽ നിന്ന് മാറി നിൽക്കാനാകില്ല. മോദി നൽകുന്ന ഉറപ്പാണ് മോദി ഗ്യാരണ്ടി. ആ ഗ്യാരണ്ടിയുടെ കേരളത്തിലെ മുഖമാണ് രാജീവ് ചന്ദ്രശേഖർ. ഒരു ആഗോള IT സംരംഭകൻ എന്ന നിലയിലും കേന്ദ്രമന്ത്രി എന്ന നിലയിലുമുള്ള അദ്ദേഹത്തിന്റെ അനുഭവ സമ്പത്താണ് ഈ മാനിഫെസ്റ്റോയിലുടനീളം കാണുന്നത്. അഴിമതിയില്ലാത്ത സുതാര്യമായ വേഗതയുള്ള ഭരണം, അതാണ് NDA വാഗ്ദാനം ചെയ്യുന്നത്. വികസിത കേരളം എന്നാൽ വെറും പാലങ്ങളും റോഡുകളും മാത്രമല്ല, അത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത നിലവാരം ഉയർത്തുന്ന പദ്ധതികളാണ്. കേരളത്തിലെ യുവാക്കളെ ലോകോത്തര നിലവാരമുള്ള പ്രൊഫഷണലുകളാക്കി മാറ്റുക, കൃഷിയെ ലാഭകരമാക്കുക, പ്രവാസികൾക്ക് തിരിച്ചു വന്ന് നിക്ഷേപം നടത്താൻ സുരക്ഷിതമായ അന്തരീക്ഷം ഒരുക്കുക. ഇതൊക്കെയാണ് ഈ മാർഗരേഖയുടെ കാതൽ എന്ന് പറയുന്നത്. നമ്മുടെ യുവാക്കളുടെ കാര്യം തന്നെ എടുക്കാം. കേരളത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ടത് തൊഴിലില്ലായ്മയാണ്. PSC റാങ്ക് ഹോൾഡർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ മുട്ടിലിഴയുന്നത് നമ്മൾ കണ്ടു. രാഷ്ട്രീയക്കാർക്ക് വേണ്ടി നിയമങ്ങൾ കാറ്റിൽ പറത്തി പിൻവാതിൽ നിയമനങ്ങൾ നടക്കുന്നു. എന്നാൽ BJP മാനിഫെസ്റ്റോയിൽ പറയുന്നത് ജോബ് റെവല്യൂഷനെ കുറിച്ചാണ്. കേരളത്തെ ഒരു ഗ്ലോബൽ ടാലന്റ് ഹബ്ബാക്കി മാറ്റും. IT, സെമി കണ്ടക്ടർ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നീ മേഖലകളിൽ ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ കേരളത്തിൽ തന്നെ സൃഷ്ടിക്കും. സ്കിൽ ഡെവലപ്മെന്റ് സെന്ററുകൾ വഴി യുവാക്കളെ തൊഴിലിന് സജ്ജരാക്കും. സ്റ്റാർട്ടപ്പുകൾക്ക് പ്രത്യേക സഹായവും നികുതി ഇളവുകളും നൽകി കേരളത്തെ സംരംഭകരുടെ നാടാക്കി മാറ്റും. ഇനി നമ്മുടെ മക്കൾക്ക് ജോലി തേടി വിദേശത്തേക്ക് കരഞ്ഞുകൊണ്ട് പോകേണ്ടി വരില്ല. കേരളത്തിലെ കർഷകർ ഇന്ന് വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ്. വന്യജീവി ആക്രമണങ്ങളിൽ മനുഷ്യർ കൊല്ലപ്പെടുന്നു, കൃഷി നശിക്കുന്നു. പക്ഷെ സർക്കാരിന് അനക്കമേയില്ല. BJPയുടെ വികസിത കേരളം മാർഗരേഖയിൽ വന്യജീവി ആക്രമണങ്ങളിൽ നിന്നും കർഷകരെ രക്ഷിക്കാൻ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള പദ്ധതികൾ ഉറപ്പു നൽകുന്നു. റബ്ബർ കർഷകർക്ക് കിലോഗ്രാമിന് മിനിമം 250 രൂപ ഉറപ്പാക്കുമെന്നത് കേന്ദ്ര സർക്കാരിന്റെയും NDAയുടെയും വലിയ വാഗ്ദാനമാണ്. നാളികേര കർഷകർക്കും മറ്റ് നാണ്യവിള കർഷകർക്കും താങ്ങുവില ഉറപ്പാക്കും.
സാധാരണക്കാരായ കുടുംബങ്ങൾക്ക് വർഷത്തിൽ 2 സൗജന്യ പാചകവാതക സിലിണ്ടറുകൾ നൽകുന്നത് വഴി ജീവിത ചെലവ് കുറയ്ക്കാനായി സഹായിക്കും. കൂടാതെ എല്ലാ പാവപ്പെട്ട കുടുംബങ്ങൾക്കും അടച്ചുറപ്പുള്ള വീട്. PM ആവാസ് യോജനയുടെ ഗുണഫലം കേരളത്തിലെ ഓരോ അർഹതപ്പെട്ടവരിലും എത്തും. ആരോഗ്യരംഗത്ത് കേരളം ഒന്നാമതാണെന്ന് ഇടയ്ക്കിടെ LDF അവകാശപ്പെടാറുണ്ട്. പക്ഷേ ഒരു പനി വന്നാൽ മെഡിക്കൽ കോളേജുകളിൽ തറയിൽ കിടക്കേണ്ടി വരുന്ന അവസ്ഥ നമുക്കറിയാം. ഈ മാനിഫെസ്റ്റോ വാഗ്ദാനം ചെയ്യുന്നത് കേരളത്തിനൊരു എയിംസ് ആണ്. കേന്ദ്രം അനുവദിക്കാൻ തയ്യാറായ എയിംസ് രാഷ്ട്രീയ വൈരാഗ്യം മൂലം തടഞ്ഞു വെച്ചവരാണ് ഇവിടുത്തെ ഭരണാധികാരികൾ. വിദ്യാഭ്യാസ രംഗത്ത് വലിയ അഴിച്ചുപണിയാണ് NDA ലക്ഷ്യമിടുന്നത്. 12ാം ക്ലാസ് വരെ സൗജന്യ ഇംഗ്ലീഷ് മീഡിയം വിദ്യാഭ്യാസം നൽകും. സിലബസ് കാലാതീതമായി പരിഷ്കരിക്കും. രാഷ്ട്രീയ അതിപ്രസരമില്ലാത്ത ക്യാമ്പസുകൾ വഴി നമ്മുടെ മക്കൾക്ക് സ്വസ്ഥമായി പഠിക്കാനുള്ള അന്തരീക്ഷം ഇവിടെ ഒരുക്കും. SFI ഒക്കെ തൂത്ത് വാരുമെന്ന് സാരം. വികസനം പോലെ തന്നെ പ്രധാനമാണ് നമ്മുടെ സംസ്കാരവും വിശ്വാസവും. ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ വിശ്വാസികളെ ക്രൂരമായി തല്ലിച്ചതച്ച പിണറായി സർക്കാർ നമ്മൾ മറന്നിട്ടില്ല. BJP NDA മുന്നണി നൽകുന്ന പ്രധാന ഉറപ്പാണ് ആരാധനാലയങ്ങളുടെ ഭരണം ഭക്തർക്ക് കൈമാറുമെന്നത്. ദേവസ്വം ബോർഡുകളിൽ നിന്നും രാഷ്ട്രീയക്കാരെ ഒഴിവാക്കി വിശ്വാസികളുടെ പങ്കാളിത്തത്തോടെ ക്ഷേത്രഭരണം നടത്തും. അഴിമതി തുടച്ചു നീക്കാൻ സീറോ ടോളറൻസ് നയം നടപ്പിലാക്കും. സർക്കാർ സേവനങ്ങൾ ജനങ്ങളുടെ വിരൽത്തുമ്പിൽ എത്തിക്കും. ഓരോ രൂപയും എവിടെ ചെലവാകുന്നു എന്ന് ജനങ്ങൾക്ക് കാണാൻ കഴിയുന്ന സുതാര്യമായ ഭരണ സംവിധാനമാണ് ഇതിലൂടെ വിഭാവനം ചെയ്യുന്നത്. യാത്രാ ദുരിതം കേരളത്തിന്റെ വലിയൊരു പ്രശ്നമാണ്. കേരയിൽ എന്ന പേരിൽ ജനങ്ങളെ കുടിയൊഴിപ്പിക്കാനും കമ്മീഷൻ അടിക്കാനുമുള്ള പദ്ധതികളെ നമ്മൾ എതിർത്തു. പകരം കേന്ദ്ര സർക്കാർ വന്ദേ ഭാരത് നൽകി. ഇനി വരാനിരിക്കുന്നത് മെട്രോ റെയിൽ ശൃംഖലകളുടെ വിപുലീകരണവും ഹൈവേകളുടെ നവീകരണവുമാണ്. ഉൾനാടൻ ജലഗതാഗതം ശക്തിപ്പെടുത്തി ടൂറിസം മേഖലയ്ക്ക് പുത്തൻ ഉണർവ് നൽകും. കേരളത്തിലെ റോഡുകൾ കുഴികളില്ലാത്ത അന്താരാഷ്ട്ര നിലവാരമുള്ളവയായി മാറ്റുമെന്ന് BJP ഉറപ്പ് നൽകുന്നു. നമ്മൾ ഒരുപാട് സഹിച്ചു. ഇടത് വലത് മുന്നണികളുടെ പരീക്ഷണ വസ്തുക്കളായി നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇത്രയും കാലം. പക്ഷെ ഇനി മാറ്റം വേണം. ആ മാറ്റമാണ് നരേന്ദ്രമോദിയും രാജീവ് ചന്ദ്രശേഖറും ഒക്കെ മുന്നോട്ട് വെക്കുന്നത്. ഈ മാനിഫെസ്റ്റോ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും കേരളത്തിന് ഇത്രയേറെ സാധ്യതകൾ ഉണ്ടായിരുന്നു എന്ന്. പക്ഷേ ആ സാധ്യതകളെയെല്ലാം രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഇവിടുത്തെ മുന്നണികൾ തല്ലിക്കെടുത്തി. വികസിത കേരളം എന്നാൽ ഓരോ മലയാളിയുടെയും അഭിമാനമാണ്. നമ്മുടെ വോട്ട് നമ്മുടെ ഭാവിക്ക് വേണ്ടിയുള്ളതാണ്. അഴിമതിയും അക്രമവും മുഖമുദ്രയാക്കിയവർക്ക് ഇനി ഒരു അവസരം കൂടി നൽകണോ? അതോ വികസനത്തിന്റെ പുതിയ ആകാശങ്ങളിലേക്ക് കേരളത്തെ നയിക്കാനായി BJPയെയും NDAയെയും പിന്തുണയ്ക്കണോ? തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. മാറ്റത്തിനായി നമുക്ക് ഒരുമിച്ച് നിൽക്കാം. വികസിത ഭാരതത്തിനൊപ്പം വികസിത കേരളവും നമുക്ക് കാണാനായി കാത്തിരിക്കാം. എന്തായാലും ഈ വിഷയത്തിൽ, അതായത് ഈ മാനിഫെസ്റ്റോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും രേഖപ്പെടുത്തൂ. മറ്റൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തും വരെയും നന്ദി.